അസർബൈജാനിലെ ഗബാലിയിലെ മലയാളി മാനേജറായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അതാണ് ഈ കാണുന്ന മലബാർ റെസ്റ്റോറന്റ്. ചുരുക്കം ഇന്ത്യക്കാർ മാത്രമുള്ള ഗബാലിയിലാണ് ഈ മലയാളിയുടെ ഒരു റെസ്റ്റോറന്റ്. ജോർജിലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അജിബ്രോയും അതേപോലെ തന്നെ സുന്ദർബായും നമ്മുടെ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നു. മെയിൻ മാസ്റ്റർ ബ്രെയിൻ അജിബ്രോ ആയിരുന്നു. ഞങ്ങളെ മൂന്നുപേരെയും ഗബാലിയിലേക്ക് വെൽക്കം ചെയ്തത് മലബാർ റെസ്റ്റോറന്റിന്റെ മാനേജറായ മലയാളിയായ രാഹുലായിരുന്നു. അസർബൈജാനി ട്രഡീഷണൽ ഫുഡും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡും നമുക്ക് ഇവിടെ കിട്ടും. അസർബൈജാനി ട്രഡീഷണൽ ഫുഡായ പിലാഫാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കുലാബ് എന്ന് പറയുന്നത് തന്നെ. ഗബാലിയിലെ മലബാർ റെസ്റ്റോറന്റിലെ അസർബൈജാനി ട്രഡീഷണൽ ഫുഡായ പിലാഫ് എന്ന പുലാവിന്റെ പ്രസന്റേഷൻ ഒരു വെറൈറ്റി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി കണ്ടിട്ട്. മൊത്തത്തിലൊരു ഫയർ വർക്കായിരുന്നു ഇതിന്റെ ഒരു പ്രസന്റേഷൻ. രാത്രിയായിരുന്നു മലബാർ റെസ്റ്റോറന്റിൽ ഈ കുലാബിന്റെ പ്രസന്റേഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടായിരുന്നു ഇതിന്റെ ഒരു പ്രസന്റേഷൻ നടന്നത്. അതിന്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു കളർഫുൾ ആയിരുന്നു ഈ ഫുഡിന്റെ പ്രസന്റേഷൻ. കുലാബ് കട്ട് ചെയ്ത ശേഷം അവിടുത്തെ തന്നെ മെയിൻ ഷെഫ് അതിലൊരു പീസ് എനിക്ക് തന്നു. വരുന്ന കസ്റ്റമറിനെ മനസ്സിനെ കൂടി എങ്ങനെ കീഴടക്കാം എന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ പഠിച്ചു. അവസാനം ഞങ്ങളുടെ ടേബിളിൽ അസർബൈജാനി ഫുഡായ പിലാഫ് എന്ന കുലാബ് എത്തി. ഞങ്ങളുടെ കൂടെ തന്നെ മലബാർ റെസ്റ്റോറൻറ്റ് മാനേജറായ അസർബൈജാൻ സ്വദേശിയും മലബാർ സ്വദേശിയായ രാഹുലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ആദ്യം അറിഞ്ഞില്ല. അപ്പോൾ ഒരു കൗതുകമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മീറ്റും റൈസും ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫുഡായിരുന്നു കുലാബ്. നല്ലൊരു സ്വീകരണമായിരുന്നു മലബാർ റെസ്റ്റോറൻറ്റിൽ നമുക്ക് 3 പേർക്കും കിട്ടിയത്. ഈ മലബാർ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്ന മീറ്റ് എല്ലാം ഫ്രഷാണ്. കുലാബിൻ്റെ കൂടെ തന്നെ ഗ്രില്ലഡ് കബാബ്സും പിസയും അതേപോലെ ഫ്രഷ് ഫ്രൂട്ടും സലാഡും, അറബിക് സലാഡും അറബിക് കോൾഡ് ഐറ്റംസും പിന്നെ കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടായിരുന്നു. അസർബൈജാൻ ഒരു മുസ്ലിം കൺട്രിയാണ്, പക്ഷെ എല്ലാവരുടെയും മദ്യം സുലഭമായിട്ട് കിട്ടും. പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഈ അസർബൈജാനും. അതുകൊണ്ട് തന്നെ ഒരു റഷ്യൻ കൾച്ചർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കിട്ടും. അസർബൈജാൻ ഫുഡ് രീതി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ആദ്യം സൂപ്പ്, പിന്നെ സലാഡ്, പിന്നെ സ്റ്റാർട്ടർ, പിന്നാണ് മെയിൻ കോഴ്സ് വരുന്നത്, പിന്നെയാണ് ലാസ്റ്റ് മദ്യം. ഞങ്ങൾ മലബാർ റെസ്റ്റോറൻറ്റിൽ എത്തിയത് ഒരു രാത്രിയായിരുന്നു. മാനേജറായ രാഹുലിൻ്റെ ഫ്രണ്ട്സിനെ കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു. എല്ലാവരും അസർബൈജാനി സ്വദേശികളാണ്. ഇവിടുത്തെ ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ലാംഗ്വേജ് ഒരു മെയിൻ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അസർബൈജാനി ലാംഗ്വേജും റഷ്യൻ ലാംഗ്വേജും തുർക്കി ലാംഗ്വേജും ആണ്. ഇവിടെ വരുന്ന എല്ലാ ഇന്ത്യൻസിനെയും ഒരു ബഹുമാനപൂർവ്വമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും പരസ്പരം വിശേഷങ്ങൾ അങ്ങനെ പങ്കുവെച്ചു വരുന്നു. അസർബൈജാനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ഈ ഒരു വരവ് ഞങ്ങൾക്കൊരു ഉണർവായി. ഫുഡ് കഴിച്ചത് മലബാർ റെസ്റ്റോറൻറ്റ് പ്രിയപ്പെട്ട രാഹുലിൻ്റെയാണ്. മലബാർ റെസ്റ്റോറൻറ്റ് വളരെയധികം ടേസ്റ്റോടെയാണ് ഫുഡ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കൂടെ നമ്മൾ കഴിച്ചതേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കറി, ചപ്പാത്തി, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അസർബൈജാനി ഫുഡ് കിട്ടുന്നു. പിന്നെ ഇദ്ദേഹത്തിന് നിരവധി ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. നിരവധി ബന്ധങ്ങൾ. ഓരോ ദിവസവും വൈകിട്ടും അദ്ദേഹത്തിനെ കാണാനായിട്ട് ആൾക്കാരെത്തി. ഏറ്റവും VIP ലെവലിലുള്ള ആൾക്കാരാണ് ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ പരിചയപ്പെടാനും അതുപോലെ തന്നെ ഒരുമിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്കറിയില്ല, അവർ കൃത്യമായിട്ട് രാഹുൽഭായി അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് 17 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹം നല്ല ഫ്ലുവൻ്റായിട്ട് അസർബൈജാൻ ഭാഷ സംസാരിക്കും. അത്ഭുതം. അതേ ട്യൂണിൽ തന്നെ അവർ സംസാരിക്കും, അതേ ട്യൂണിൽ തന്നെ സംസാരിക്കും. ഓരോരുത്തരും വരുമ്പോൾ ഈ മലബാർ എന്നുള്ള ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരുടെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ ആ നാട്ടിലെ ഫുഡുകളൊക്കെ ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ ഗബാല പൊളിക്കും. മനുഷ്യന് ആദ്യം വേണ്ടത് ഫുഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഒന്ന് പരിചയപ്പെടുത്തി അപ്പോൾ എന്തായാലും നാളെ ഗബാലിയിൽ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ കുറച്ച് റയറാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ മലബാർ റെസ്റ്റോറൻറ്റ്. ഇന്ത്യയിലെ എല്ലാവർക്കും ഒരേപോലെ സ്വീകൃതമാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഗബാല സന്ദർശിക്കുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ
ഇവിടെയും കൂടി സന്ദർശിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും മനസ്സിൽ നമ്മൾ ഓർത്തുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ദുബൈയിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നാണ്. തണുപ്പ്, നല്ല തണുപ്പാണ് ഇവിടെ. പ്രിയപ്പെട്ട രാഹുൽ ഭായിക്ക് സ്പെഷ്യൽ കണ്ടില്ലേ, അടിപൊളി സാധനമാണ്. ഞങ്ങളെ ചങ്കിന് കൊണ്ടു തന്നതാണ്. ഓക്കെ, സന്തോഷമായില്ലേ? ഹാപ്പി.